നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിപ സ്ഥിരീകരിച്ച് 4 ദിവസം കഴിയുമ്പോഴും മരുന്നുകൾ എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. രോഗവ്യാപനമില്ലെന്ന് ഉറപ്പാക്കാനുള്ള നടപടികളിലും സർക്കാരിന് ഉദാസീനതയെന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റുകയല്ല, വാസ്തവത്തിൽ തരം താഴ്ത്തുകയാണ് ചെയ്തതെന്നും വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഷിജോ കുര്യനുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ഷിജോ, എന്തൊക്കെയാണ് മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ വിമർശനങ്ങളിലെ മറ്റു വിവരങ്ങൾ? സംസ്ഥാനത്ത് നിപ്പയും മറ്റ് പകർച്ചവ്യാധികളും അടക്കമുള്ള അസുഖങ്ങൾ വലിയ തരത്തിൽ പടർന്നു പിടിക്കുകയാണ്. അതിനകത്ത് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും കൃത്യമായിട്ട് നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു എന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും അതിരൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിലൂടെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നിപ്പ സ്ഥിരീകരിച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴും റെംഡെസിവിർ മരുന്ന് നൽകാനായിട്ട് സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മരുന്ന് സ്റ്റോക്ക് ഉണ്ടോ എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഈ രോഗം സ്ഥിരീകരിച്ചുകൊണ്ട് ഹൈ റിസ്ക് സമ്പർക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ആൾക്ക് പോലും ഈ മരുന്ന് നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. രോഗവ്യാപനം ഇല്ലെന്ന് ഉറപ്പാക്കാനുള്ള നടപടികളിൽ പോലും സർക്കാരിന് ഉദാസീനതയാണ് എന്നുള്ള വിമർശനം കൂടി മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീനയെ മാറ്റിയ സംഭവത്തിലും ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീനയെ മാറ്റുകയല്ല ചെയ്തിരിക്കുന്നത്, നിലവിൽ അവരെ തരം താഴ്ത്തുകയാണ്. നിലവിൽ പ്രവർത്തിച്ചിരുന്ന തസ്തികയിൽ നിന്ന് തരം താഴ്ത്തുന്ന ഒരു നടപടിയാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത് എന്നുള്ള വിമർശനം കൂടി മുൻ ആരോഗ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. 2023 നിപ്പ പ്രതിരോധം അടക്കമുള്ള കാര്യങ്ങളിൽ കാര്യക്ഷമമായിട്ട് ഇടപെട്ട ആരോഗ്യ ഡയറക്ടറായിരുന്നു ഡോക്ടർ റീന എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി വീണ ജോർജ് നടത്തുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ ഇത്തരം സമീപനങ്ങൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങൾ പകർച്ചവ്യാധി ഭീഷണി നേരിടുമ്പോൾ ആരോഗ്യവകുപ്പ് അലംഭാവം കാട്ടരുത്. നായ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തകന്റെ ചിത്രം കൂടി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടായിരുന്നു മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ശരി, എന്തായാലും നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് മുൻ ആരോഗ്യമന്ത്രി ഉയർത്തുന്നൊപ്പം ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റിയതിലും സർക്കാരിനെ മുൻ ആരോഗ്യമന്ത്രി വിമർശിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.